എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? നമുക്ക് തോന്നുന്നതെല്ലാം ചെയ്യുവാൻ വിലക്കില്ലാത്തതാണോ യഥാർത്ഥ സ്വാതന്ത്ര്യം? ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിൻ്റെ മുൻപിൽ നടക്കുവാൻ നിയമമില്ലെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ട്രെയിൻ നിങ്ങളുടെ മുകളിൽ കൂടി കയറി ഇറങ്ങിയിട്ട് വേണ്ട നിങ്ങളുടെ സ്വാതന്ത്ര്യം ശരിയായിരുന്നുവോ തെറ്റായിരുന്നുവോ എന്ന് പഠിക്കുവാൻ. ജീവിതത്തിൽ കൂടുതൽ പഠിക്കുവാൻ കൂടുതൽ തെറ്റുകളിലൂടെ പോകേണ്ടതുണ്ട് എന്ന് കരുതരുത്. അത് മണ്ടത്തരമാണ്. ജീവ സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അനുസരണക്കേട് കാണിച്ച് ദൈവത്തെ ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ തേടിയെത്തുന്ന ദൈവത്തിൻ്റെ കാലടികളുടെ ശബ്ദമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ സംഭവം. മനുഷ്യനെ വിളിച്ച് നീ എവിടെയെന്ന് ചോദിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം ആർദ്രതയുള്ള ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ശബ്ദം പോലെ നമുക്ക് അനുഭവപ്പെടും. ദൈവസ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 24 വരെയുള്ള വാക്യം. ദൈവം പറഞ്ഞതനുസരിക്കാതെ പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ അവസ്ഥയാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. 6-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 7 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. ഇത് ആദാമിൻ്റെയും ഹവ്വായുടെയും മനസ്സാക്ഷിയെ അത്ര സൂചിപ്പിക്കുന്നത്. പാപം ചെയ്ത് വീഴ്ച സംഭവിക്കുന്നതിന് മുൻപ് മനുഷ്യന് ഒരു മനസ്സാക്ഷിയില്ലായിരുന്നു. പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യൻ നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കത്വം എന്നാൽ ദുഷ്ടതയെക്കുറിച്ചുള്ള അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. ഒരു ദുഷ്ടതയും അവരെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ അവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാണ്. മനുഷ്യനല്ല മനസാക്ഷി ഉണ്ടാക്കിയത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന, നമ്മെ കുറ്റപ്പെടുത്തുന്ന ഒരാളുണ്ട്. ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഈ കുറ്റബോധം ഓരോ മനുഷ്യരിലും അവൻ്റെ വലത് കൈ പോലൊരു യാഥാർത്ഥ്യമാണ്. അതായത് അവൻ്റെ ഒരു ഭാവം. മനഃശാസ്ത്രപരമായ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ഈ പറഞ്ഞ കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ മനുഷ്യന് സാധ്യമല്ല. തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി എന്നാണ് നാം വായിച്ചത്. ഈ ഭാഗത്തൊക്കെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വൃക്ഷം അത്തിവൃക്ഷമാണ്. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം ഒരു ആപ്പിൾ മരമല്ലായിരുന്നു. അതെന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ അതൊരു ആപ്പിൾ മരമല്ലായിരുന്നു എന്നെനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. ഈ അത്തിയില കൊണ്ടുള്ള അരയാട കൊള്ളാമായിരുന്നു. എന്നാൽ അവർ ശരിക്കും നഗ്നത മറച്ചിരുന്നില്ല. ആദാമും ഹവ്വായും അവരുടെ പാപം ഏറ്റുപറയുകയല്ല, മറിച്ച് അത് മറയ്ക്കുവാനാണ് ശ്രമിച്ചത്. തങ്ങളുടെ നഷ്ടപ്പെട്ട അവസ്ഥ അംഗീകരിച്ചു കൊടുക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു. ഇന്നും മതത്തിൽ അഥവാ ആധ്യാത്മിക രംഗങ്ങളിലുള്ള മനുഷ്യൻ്റെ അവസ്ഥ ഇതുതന്നെയാണ്. അവൻ വ്യത്യസ്തങ്ങളായ ക്രമങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും കടന്നു പോകുന്നു. അവൻ ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഗ്രൂപ്പിൻ്റെ അംഗമാകുന്നു, ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങളിൽ ചേരുന്നു, ഭയങ്കര ഭക്തി നടിക്കുന്നു, പണവും വാരിക്കോരിക്കൊടുക്കുന്നു. നമ്മുടെ കർത്താവ് അത്തിവൃക്ഷത്തെ ശപിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്. അത് വളരെ രസകരമായി തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അത് കഴിഞ്ഞ ഉടനെ കർത്താവ് തൻ്റെ സകല കഴിവുകളും ഉപയോഗിച്ച് മതത്തെ പുറന്തള്ളുന്നു. കാരണം മതം വെറുതെ പാപത്തെ മൂടി വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പരീക്ഷയിൽ ദൈവത്തിനും മനുഷ്യാത്മാവിനും ഇടയിൽ വരുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി തൻ്റെ സ്വന്തമാക്കി മനുഷ്യൻ്റെ ദൈവമായിരിക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. ജഡത്തിൻ്റെ പരീക്ഷകൾ അന്നേ ദിവസം മനുഷ്യനെ ആകർഷിക്കുമായിരുന്നില്ല. എന്നാൽ മോഷ്ടിക്കുവാനോ കള്ളം പറയുവാനോ മോഹിക്കുവാനോ അല്ല അവനെ പരീക്ഷിച്ചത്, ദൈവത്തെ സംശയിക്കുവാൻ. അതാണ് അവനുണ്ടായ പരീക്ഷ. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെ കാണാൻ വന്ന ഒരു ധനികനായ യുവാവിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവനൊരു പ്രമാണിയായിരുന്നു. അവൻ എന്ത് കുഴപ്പമായിരുന്നു? അവൻ ദൈവത്തെ വിശ്വസിച്ചില്ല. കോതമ്പിൻ്റെയും കളയുടെയും ഉപമയില്ല. ആ കള ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ അത്രേ കാണിക്കുന്നത്. സാത്താൻ്റെ മാർഗം ശ്രദ്ധിക്കൂ. ഒന്നാമത് ഹൗവ കണ്ടത് വൃക്ഷഫലം തിന്മാൻ നല്ലതാണ് എന്നത്രേ. രണ്ടാമതായി അത് കാണാൻ ഭംഗിയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കി. മൂന്നാമതായി അത് ജ്ഞാനം പ്രാപിപ്പാൻ മതിയായതായിരുന്നു എന്ന് ഗ്രഹിച്ചു. സാത്താൻ പുറമേ നിന്ന് ആരംഭിച്ച് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ദൈവമോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പുറമേ പൂശുവാൻ ഉപയോഗിക്കുന്ന ഒന്നത്രേ മതം. എന്നാൽ ദൈവം ആരംഭിക്കുന്നത് മതത്തിൽ നിന്നുമല്ല, മതത്തോടെയുമല്ല. ഇവിടെ ഞാനൊരു വ്യത്യാസം കാണിക്കട്ടെ. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല. ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടുമില്ല. ആരാണ്ടെല്ലാം കൂടി ഒരു ക്രിസ്തുമതം എന്ന് പറയുന്നത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. AD 300 ശേഷമാണത് സംഭവിച്ചത്. പക്ഷേ ക്രിസ്ത്യാനിത്വം എന്നത് ക്രിസ്തുവാകുന്നു. ക്രിസ്തുവില്ലാതെ ക്രിസ്തുമാർഗമില്ല. ഇന്ന് വളരെയധികം മതങ്ങളുണ്ട്. എന്നാൽ നീ പുതുതായി ജനിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ നിക്കോദിമോസ് ആ ഉറവയുടെ തുടക്കം വരെ ചെന്നെത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചു എന്നതാണ് സത്യം. അവിടെ നിന്നാകുന്നു ഈ രൂപാന്തരം ആരംഭിക്കേണ്ടത്. പുറമേ വളരെയധികം ഭക്തി കാണിച്ചിരുന്ന പരീശന്മാരോട് യേശു പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പാത്രത്തിൻ്റെ അകവശം വെടിപ്പാക്കൂ, നിങ്ങൾ മനോഹരമായൊരു കല്ലറ പോലെയാകുന്നു. പുറത്ത് മാർബിളുകളും പൂവുകളും അങ്ങനെ മനോഹരമായിരിക്കുന്നു, എന്നാൽ അകത്തോ ചത്ത മനുഷ്യരുടെ അസ്ഥികൾ. എന്തൊരു ചിത്രമില്ലേ? ആദാമും ഹവ്വായും തങ്ങളുടെ പാപം ഏറ്റുപറയുന്നതിന് പകരം ബന്ധപ്പെട്ട് അത്തിയില തുന്നിക്കെട്ടിയൊരു അരയാടയുണ്ടാക്കി. വാസ്തവത്തിൽ ഈ അത്തിയിലയിൽ പുതിയ സ്റ്റൈലൊന്നുമില്ല. തങ്ങളുടെ ഹൃദയത്തിലെ പാപം ഏറ്റുപറയുന്നതിന് പകരം ഇന്നും മനുഷ്യർ പലതരം അത്തിയില കൊണ്ട് മറച്ച് ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇനിയും 8-9 വാക്യങ്ങൾ വായിക്കാം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെ എന്ന് ചോദിച്ചു. മതം നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റും. ഇതാ ആദാം നഷ്ടപ്പെട്ട സ്ഥിതിയിൽ കാണപ്പെടുന്നു. ഇപ്പോൾ ഇതാ നഷ്ടപ്പെട്ട ആദാമിനെ ദൈവം അന്വേഷിച്ച് ചെല്ലുകയാണ്. ഇവിടെ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുകയല്ല. സ്ത്രീ പുരുഷന്മാർ തങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവത്തോട് അവർ കടപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കാത്തതിനാലാണ് ഈ വലിയ ദുരന്തം. ഒരിക്കലും തരണം ചെയ്യുവാൻ സാധിക്കാത്ത പ്രശ്നത്തിലാണ് നിങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഓർക്കുക, നിങ്ങളുടെ സൃഷ്ടാവ് ദൈവമാണ്. നിങ്ങളുടെ ആയുസ് അവൻ്റെ ദാനമാകുന്നു. അവനിൽ ആശ്രയിക്കൂ, ദൈവം നിങ്ങളെ സഹായിക്കും. സൃഷ്ടാവിനെ ഓർക്കൂ, അവൻ നിങ്ങളെ സഹായിക്കും. 10 മുതലുള്ള വാക്യങ്ങളിൽ ഇവിടെ ആദാം മറുപടി പറയുന്നതാണ്: തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആദാമിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ഏറ്റുപറച്ചിലുമില്ല എന്ന വസ്തുത ശ്രദ്ധിക്കുക.
അവൻ സ്ത്രീയെ കുറ്റപ്പെടുത്തി എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. പിന്നെയോ അവൻ തൻ്റെ തെറ്റ് സമ്മതിക്കാനോ അനുതപിക്കാനോ തയ്യാറായില്ല എന്നതാണ് അവൻ്റെ ഭാഗത്തെ തെറ്റ്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ഇവിടെ ഇതാ തൻ്റെ കുറ്റം മറ്റുള്ളവരുടെ മേൽ ചാരി രക്ഷപ്പെടുവാനുള്ള ശ്രമം വീണ്ടും കാണുന്നു. ഇതല്ല ഇന്നും സംഭവിക്കുന്നത്. മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടുവാൻ മനുഷ്യൻ ഇന്നും ശ്രമിക്കുന്നു. നമ്മെ ഇത് കൂടുതൽ ദോഷത്തിലേക്ക് മാത്രമേ നയിക്കൂ. 14-ാം വാക്യം, യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിൻ്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. നാം ഇന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ഇഴജന്തു അല്ലായിരുന്നു പാമ്പ് എന്ന് ഇവിടെ നിന്ന് വ്യക്തമാണ്. ആരംഭത്തിൽ അവൻ വ്യത്യസ്തനായിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ ദൈവം അതിനെ ശപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും, ദൈവം സാത്താൻ്റെ മേൽ ഒരു വലിയ ശാപം വെച്ചു. അത് മനുഷ്യൻ്റെ മേലും വളരെ വലിയ ഉദ്ദേശം ഇട്ടുകൊണ്ടുള്ളതാണ്. നിങ്ങൾ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതത്രേ, മശിക അല്ലെങ്കിൽ ലോകരക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ആദ്യത്തെ പ്രവചനം അത്രേ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്. 15-ാം വാക്യം, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഞാൻ നിനക്കും, അതായത് സാത്താനും, സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ, അതായത് ക്രിസ്തു, നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന്. നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് അതിമഹത്തായൊരു പ്രസ്താവന അത്രേ. ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചിന്ത അന്തിമ വിജയമല്ല, പിന്നെയോ നിരന്തരമുള്ള പോരാട്ടമാകുന്നു. നന്മയും തിന്മയും തമ്മിൽ നീണ്ട ഒരു പോരാട്ടമുണ്ടെന്ന വസ്തുത ഈ വാക്യം വെളിപ്പെടുത്തുന്നു. ബാക്കിയുള്ള തിരുവചനത്തിലും നിങ്ങൾ കാണുന്നത് ഇതുതന്നെയാണ്. തൻ്റെ സമയത്ത് കർത്താവായ യേശുക്രിസ്തു ഈ പോരാട്ടത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനും ആകുന്നു. പിശാച് സാത്താനാകുന്നു. ദൈവമക്കളും സാത്താൻ്റെ മക്കളും തമ്മിൽ കർത്താവായ യേശുക്രിസ്തു വളരെ കൃത്യമായ വ്യത്യാസമുണ്ടാക്കി. ഈ പോരാട്ടത്തെക്കുറിച്ച് യോഹന്നാൻ വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വിളിച്ചറിയിക്കുന്ന ഒരു സത്യം എന്തെന്നാൽ, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. ഇതാ ഇവിടെ ലോകത്തിൽ 2 സന്തതികളുണ്ട്. അന്തിമമായ വിജയമുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ നീണ്ടു നിൽക്കുന്ന നിരന്തരമായ പോരാട്ടം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ മനുഷ്യനും പരീക്ഷയെ നേരിടേണ്ടതുണ്ട്. തൻ്റെ പോരാട്ടത്തിൽ ജയിക്കേണ്ടതുമുണ്ട്. പരീക്ഷയെക്കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നുമില്ലാത്തതുപോലെ പോയാൽ വലിയ അപകടത്തിൽ ചെന്ന് ചാടും. ഇന്ന് അനേകർക്കും ഈ ആത്മീയ പോരാട്ടത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതാണ് അവരുടെ പ്രശ്നം. ക്രിസ്തു അവതരിക്കുന്നതിന് മുൻപ് വിശ്വാസത്താലുള്ള അനുസരണത്താലായിരുന്നു ജയം. ക്രിസ്തു വന്നതിന് ശേഷം ഇന്ന് നാം വിശ്വാസത്താൽ നമ്മെ തന്നെ ക്രിസ്തുവുമായി താതാത്മ്യപ്പെടുത്തണം, ഏകീഭവിപ്പിക്കണം. രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതിൻ്റെ അർത്ഥം ക്രിസ്തുവിലായിത്തീരുക, അവനുമായി ഒന്നായിത്തീരുക. അതാണ് വിശ്വാസത്താൽ സംഭവിക്കുന്നത്. സൃഷ്ടിപ്പിൻ്റെ 3 ക്രമങ്ങളിൽ ഒന്നത്രേ മനുഷ്യൻ. 3 ക്രമങ്ങൾ ഇവയാണ്: ദൂതന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ. മൃഗങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള പ്രത്യേക കഴിവില്ല, എന്നാൽ മനുഷ്യർക്കും ദൂതന്മാർക്കും ആ കഴിവുണ്ട്. ഇവിടെ ഇതാ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ്.
അവനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ അവൻ പിടിക്കപ്പെട്ടു. അവൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദി അവനല്ലാതെ പിന്നെ ആരാകുന്നു? അവളുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. മനുഷ്യൻ്റെ സന്തതി എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തിൻ്റെ ഒരു ചെറിയ സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ടല്ലേ. ദൈവം മനുഷ്യനെ തിരക്കി ആ തോട്ടത്തിലേക്ക് ചെന്നപ്പോൾ ദൈവം ചോദിച്ചത്, ആദാമേ, നീ എവിടെയാകുന്നു എന്നത്രേ. ദൈവത്തെ തേടിയുള്ള മനുഷ്യൻ്റെ ഓട്ടത്തിൻ്റെ കഥയാണ് ഏതൊരു മതത്തിൻ്റെയും സമാഹാരം. മതം എന്ന് പറഞ്ഞാൽ ദൈവത്തെ തേടിയുള്ള മനുഷ്യൻ്റെ ഓട്ടമാണ്. എന്നാൽ ദൈവം അതിനെക്കുറിച്ച് പറയുന്നത് അപ്രകാരമല്ല. അത് ആയിരിക്കുന്നത് പോലെ നമുക്ക് പറയാം, ചിന്തിക്കാം. ദൈവം മനുഷ്യനെ തേടുന്നതാണ് രക്ഷ. മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഓടിപ്പോകുന്നു. എന്നിട്ട് ദൈവം അവനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാകുന്നു? ഒരു ഭക്തൻ പറയുകയുണ്ടായി, പാപത്തെ അവഗണിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയാത്തത് ദൈവനീതിയുടെ വിളി കൊണ്ടാണ് എന്ന്. ദൈവനീതി പാപിയെ നോക്കി അവൻ്റെ അവസ്ഥയിൽ ദുഃഖിക്കുന്നത് ദൈവിക വ്യസനത്തിൻ്റെ വിളിയാണ്. പാപത്തിൽ നിന്നുള്ള വിടുതൽ നൽകുന്നത് ദൈവസ്നേഹത്തിൻ്റെ വിളിയാകുന്നു. ഈ പറഞ്ഞതെല്ലാം നമുക്ക് മുമ്പിലുള്ള വാക്യത്തിലുണ്ട്. രക്ഷകൻ്റെ വരവിൻ്റെ വാഗ്ദത്തം, മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അന്വേഷണ പരമ്പര നാം ഇവിടെ കാണുന്നു. തിരുവചനത്തിൽ ആദിയോടന്തം അതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് എഴുതി, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഒരുത്തൻ പോലുമില്ല എന്ന്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാകുന്നു. യോഹന്നാനോട് ചേർന്ന് നമുക്ക് പറയാം, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാമും സ്നേഹിക്കുന്നു എന്ന്. ദൈവം മനുഷ്യനെ തേടി വരുന്നു. അവൻ മനുഷ്യന് രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ നീണ്ടു നിൽക്കുന്ന നിരന്തരമായ ഒരു ആത്മീയ പോരാട്ടവും ഉണ്ടായിരിക്കും എന്ന് മറക്കരുത്. ഞാൻ ഇനി 16-ാം വാക്യത്തിലേക്ക് വരികയാണ്. 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. സ്ത്രീക്ക് നൽകിയ ശിക്ഷ ഇതത്രേ. ഇതിലൊരു അനുഗ്രഹവും ഉണ്ട്, മറക്കരുത്. വേദനയില്ലാതെ കഷ്ടമില്ലാതെ ഒരു കുട്ടിയെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുവാൻ സാധ്യമല്ല. അത് അതുപോലെ സത്യമായിരിക്കും. മനുഷ്യകുലത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതും സന്തോഷം നിലനിർത്തുന്നതുമായ അതേ സംഗതി, അതാണ് അനുഗ്രഹം. അതേ സംഗതി കഷ്ടപ്പാടിലൂടെയും വേദനയിലൂടെയും സംഭവിക്കണം. മനുഷ്യവർഗം ശാപത്തിലായി. 17 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരിയും നിനക്കതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ്റെ മേൽ വന്ന ശിക്ഷ ഈ പറഞ്ഞതത്രേ. മരണം ഇപ്പോൾ മനുഷ്യൻ്റെ മേൽ വരുന്നു. എന്താണ് മരണം? ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതാണ് ശാരീരിക മരണം. സഭാപ്രസംഗി പറയുന്നത്, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമെന്ന്. സഭാപ്രസംഗി 12:7. മനുഷ്യൻ ആത്യന്തികമായി ഉത്തരം നൽകേണ്ടത് ദൈവത്തോടാണ്. അവൻ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടവനെങ്കിലും അതല്ല എങ്കിലും മനുഷ്യൻ ദൈവത്തോടാകുന്നു മറുപടി നൽകുവാൻ കടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്ന ദിവസം ആദാം ശാരീരികമായി മരിച്ചില്ല. പിന്നീട് 900-ലധികം വർഷം ജീവിച്ചിരുന്നിട്ടാണ് ആദാം മരിച്ചത്. ലളിതമായി പറഞ്ഞാൽ ഇവിടുത്തെ മൊത്തം ചിന്ത ഇപ്രകാരമാകുന്നു: ആദാം അനുസരണക്കേട് കാണിച്ച നിമിഷം തന്നെ ആത്മീയമായി മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു. മരണമെന്നത് വേർപാടാകുന്നു, സെപ്പറേഷൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ
വിശുദ്ധ പൗലോസ് പറഞ്ഞു, അവർ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാകുന്നു എന്ന്. അവർ ശാരീരികമായി മരിച്ചവരായിരുന്നു എന്നല്ല പൗലോസ് അർത്ഥമാക്കിയത്. പിന്നെയോ ആത്മീയമായി മരിച്ച അവസ്ഥയിൽ, അതായത് ദൈവത്തിൽ നിന്നും വേർപെട്ട അവസ്ഥ. ദൈവം പറയുന്നത് കേൾക്കാനുള്ള കഴിവ് അവർക്കില്ല. ദൈവത്തോടുള്ള സംസർഗത്തിനുള്ള കഴിവ് ഇവർക്കുമില്ല, മനുഷ്യനില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത ആ മുടിയനായ പുത്രൻ്റെ ഉപമ കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതോർക്കുന്നുണ്ടോ? ഓടിപ്പോയ മകൻ തിരികെ വന്നപ്പോൾ ഇടഞ്ഞു നിന്ന മൂത്ത മകനോട് പിതാവ് പറയുന്നു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അയാളുടെ മകൻ മരിച്ചെന്നോ? അതെ, മരിച്ചവനായിരുന്നു. ശാരീരികമായിട്ടല്ലായിരുന്നു, എന്നാൽ അവൻ പിതാവിൽ നിന്നും വേർപെട്ടവനായിരുന്നു. പിതാവിൽ നിന്നും വേർപെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചിരിക്കുന്നു എന്നാകുന്നു അർത്ഥം. കർത്താവായ യേശു മാർത്തയോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. വീണ്ടും മരണമെന്നാൽ ആത്മീയമായ മരണമാകുന്നു, അതായത് ദൈവത്തിൽ നിന്നും വേർപെട്ട അവസ്ഥ. വൃക്ഷഫലം തിന്ന ആ നിമിഷം തന്നെ മനുഷ്യൻ ആത്മീയമായി മരിച്ചു. അതത്രേ അവൻ ദൈവത്തിൽ നിന്നും ഓടിപ്പോകുവാൻ, ഒളിച്ചിരിക്കുവാൻ കാരണമായത്. അതുകൊണ്ടത്രേ അവൻ അത്തിയില കൂട്ടിത്തുന്നി അരയാടെ ഉണ്ടാക്കുവാൻ ശ്രമിച്ചത്. ദൈവത്തോടുകൂടെ ഉല്ലസിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് വേർപെട്ട് ആത്മീയമായി മരിച്ചു. അങ്ങനെ അവൻ ശാപഗ്രസ്തനായി തീർന്നു. ഭയം അവനെ പിടിച്ചു, ലജ്ജ അവനെ ബാധിച്ചു. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു, അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. കായീനും ഹാബേലും ഏദൻ തോട്ടത്തിലാകുന്നു ജനിച്ചതെന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ അവർ മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് ജനിച്ചത് എന്നുള്ളത് തീർച്ചയാണ്. 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. മൃഗങ്ങളുടെ തോൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മൃഗത്തെ കൊല്ലണമല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് യാഗത്തിൻ്റെ ആരംഭം ഇവിടെയാകുന്നു എന്നത്രേ. ദൈവം അത് മനുഷ്യന് വ്യക്തമാക്കി കൊടുത്തു. അവരുടെ അത്തിയില അരയാട ദൈവം തള്ളിക്കളഞ്ഞു. എന്നിട്ട് തോൽ കൊണ്ടുള്ള വസ്ത്രം അവർക്ക് നൽകി. ആദാമും ഹവ്വായും ഏദൻ തോട്ടം വിടുമ്പോൾ രക്തം ചൊരിഞ്ഞുള്ള ഒരു യാഗം പിൻപിൽ കണ്ടിരുന്നു. അവരുടെ ലജ്ജ മറയ്ക്കുവാൻ ഒരു മൃഗം കൊല്ലപ്പെടേണ്ടതായി വന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിൻ്റെ കാരണക്കാർ അവർ തന്നെയാണ്. ദൈവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിന്മേൽ ദൈവം മോശയെക്കൊണ്ട് ചെയ്യിച്ച അതേ കാര്യമാണ് ഇപ്പോൾ ആദാമും ഹവ്വായും തിരിഞ്ഞു നോക്കി കാണുന്നത്. അതായത് അവിടെ വെച്ചിരിക്കുന്ന രക്തത്തിലേക്ക് 2 കെരൂബുകൾ കുനിഞ്ഞു നോക്കുന്നു. അതത്ര ദൈവത്തെങ്കിലേക്കുള്ള വഴി. അത്തിയിലയിൽ നിന്നും ദൈവം അവരെ തോൾ ധരിപ്പിച്ചു എന്നതിൽ നിന്നും 4 വലിയ പാഠങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ സമീപിക്കുവാൻ മനുഷ്യന് തക്കതായ ഒരു ആവരണം ആവശ്യമത്രേ. യാതൊരുവൻ്റെയും നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഒരുവനും ദൈവത്തെങ്കിലേക്ക് വരിക സാധ്യമല്ല. നിങ്ങൾ ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കടന്നു വരേണ്ടതാണ്, അതായത് പാപിയായി തന്നെ. രണ്ടാമതായി, അത്തിയില അംഗീകരിക്കാവുന്നതല്ല, അവ മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ വസ്ത്രം ദൈവം സ്വീകരിക്കുന്നില്ല, അത് അഴുക്കുപുരണ്ടതാണ്. മൂന്നാമതായി, ദൈവം തന്നെ തക്കതായ ആവരണം, അതായത് വസ്ത്രം നൽകേണ്ടതുണ്ട്. 4, കർത്താവായ യേശുക്രിസ്തുവിലൂടെ അവൻ്റെ മരണത്തിലൂടെ മാത്രമേ ഈ വസ്ത്രം സ്വന്തമാക്കുവാൻ കഴിയൂ. നമുക്കും ദൈവകോപത്തിനും മധ്യത്തിൽ മനുഷ്യനൊരു പകരക്കാരനെ ആവശ്യമാകുന്നു. ഇന്നും മനുഷ്യൻ പരിഗണിക്കേണ്ട അതിപ്രധാന കാര്യങ്ങളിൽ ഒന്നത്രേ ഇത്. ദൈവസന്നിധിയിൽ തൻ്റെ ന്യായമായ സ്ഥാനം എടുക്കുക എന്നതത്ര ഈ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം. നാം പാപികളാകുന്നു എന്ന വസ്തുത ദൈവസന്നിധിയിൽ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് ആത്മരക്ഷ ലഭിക്കുന്നത്. അതായത് ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ട വിധം നിൽക്കുന്ന ആ അവസരത്തിൽ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞതിനോട് എനിക്ക് പറയുവാനുള്ളത്, മനുഷ്യൻ നിത്യമായ പാപത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിക്കാതിരുന്നതിന് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യുവാൻ അവൻ നമ്മെ അനുവദിക്കുകയില്ല. അതത്ര ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം ഒരു മാർഗ തടസ്സമുണ്ടാക്കിയെന്നല്ല. അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ദൈവത്തെങ്കിലേക്ക് വരുവാൻ ജീവൻ്റെ മാർഗം മനുഷ്യന് വേണ്ടി
തുറന്നിട്ടിരിക്കുകയാണെന്നത്രേ. ഒരു യാഗത്തിലൂടെ രക്ഷയുണ്ടാകണം. മനുഷ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രക്തമാണ് കണ്ടത്. നഷ്ടപ്പെട്ട മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം അവൻ്റെ രക്ഷയ്ക്കായി ഈ വലിയ വഴി തുറന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ പരമയാഗമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഏതൊരാൾക്കും രക്ഷ സ്വന്തമാക്കാവുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ നീതിയുടെ മേൽ അടിസ്ഥാനമിട്ടുള്ളതാണ്. കാലത്തികവിങ്കൽ തൻ്റെ മക്കളുടെ അനുസരണക്കേടിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്ന ദൈവത്തെയാണ് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നത്രേ സ്നാപകനായ യോഹന്നാൻ ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകിയത്.